Good morning, students. അടുത്ത നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. Find the parametric equation of the tangent line. Parametric equation of the tangent line to the circular helix x equal to cos t, y is equal to sin t, z equal to t, at the point t is equal to pi. അപ്പോൾ നമുക്ക് ടാൻജന്റ് ലൈൻ ഇക്വേഷൻ അറിയാനുള്ള ഫോർമുല. ആദ്യം ടാൻജന്റ് ലൈൻ ഇക്വേഷനിലുള്ള ഫോർമുല അറിയണം. വെക്ടർ r is equal to r of t0 plus p into r dash t0. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല ഞങ്ങൾ ബൈ കാൽക്കുലേറ്റർ വെച്ചിട്ടുണ്ടാവും. r is equal to r of t0 plus t into r dash t0. ഇവിടെ t0 നമുക്ക് തന്നിട്ടുണ്ട്. t0 എത്ര തന്നിരിക്കുന്നത്? t0 pi തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ r of t0 കണ്ടുപിടിക്കും. r of t0 എന്ന് പറഞ്ഞാൽ എന്താണ്? r of pi കണ്ടുപിടിക്കുക. അപ്പോൾ വെക്ടർ r എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് x is equal to cos t, y is equal to sin t, z equal to t ആണ്. വെക്ടർ r എന്ന് പറയുന്നത് cos t into I plus sin t into j plus t into j. ഇതാണ് നമ്മുടെ വെക്ടർ ഫംഗ്ഷൻ. വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ cos t into I plus sin t into j plus k എന്നാണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടിക്ക് പൈ കൊടുക്കുമ്പോൾ cos പൈയുടെ വാല്യൂ എത്രയാണ്? cos pi into I plus sin pi into j plus t എന്ന് പറഞ്ഞാൽ pi into k. That is cos pi എന്ന് പറഞ്ഞാൽ minus I plus sin pi എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ j ടേം ഇല്ല. plus 0j plus pi k. അപ്പോൾ r of t0 ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? r of t0 എന്ന് പറഞ്ഞാൽ minus I plus 0j plus pi k കിട്ടി. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെക്ടർ r dash t കണ്ടുപിടിക്കണം. ഈ r നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വെക്ടർ r എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? cos t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin t into I plus sin t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? cos t into j plus k നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ k. ഇത് നമുക്ക് വെക്ടർ r dash pi കണ്ടുപിടിക്കണം. r dash pi എന്ന് പറഞ്ഞാൽ എന്താണ്? minus sin pi into I plus cos pi into j plus k. നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് sin pi 0 ആണ്. അപ്പോൾ 0i cos pi എന്ന് പറഞ്ഞാൽ മൈനസ് j ആണ്. k എന്ന് പറഞ്ഞാൽ k ന്റെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ minus j plus k. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുലയില് r is equal to വെക്ടർ r is equal to r of t0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ് ആൻസർ? minus I plus pi k. ഇനി പ്ലസ് t into r dash t0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണത്? minus j plus k. ആ രണ്ട് വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും minus I, ഇവിടെ മൈനസ് I, ആദ്യത്തെ minus I വരും. ഇവിടെ രണ്ടാമത്തെ t into minus j വരും. മൂന്നാമത്തെ നമുക്ക് pi k tk എന്ന് പറയുമ്പോൾ k കോമൺ ആയിട്ട് പുറത്തെടുത്ത് വരുമ്പോൾ pi പ്ലസ് t into k എന്ന് വരും. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഐയുടെ കമ്പോണന്റ് എടുക്കണമല്ലോ മൈനസ് ഐ എഴുതി. ഇനി ജെയുടെ കമ്പോണന്റ് t into minus j pi k plus k, pi plus tk എന്ന് വരും. Therefore x എന്ന് പറഞ്ഞാൽ എന്താണ്? x is equal to -1, y is equal to -t, z is equal to pi plus t. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. x ന്റെ വാല്യൂ -1 വരും, y യുടെ വാല്യൂ -t വരും, z ന്റെ വാല്യൂ pi plus t. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ we should know the formula for equation of tangent line. That is r is equal to r of t0 plus t into r dash t0. ഇവിടെ t0 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. t0 എന്നുള്ള പോയിന്റ് എത്രയാണ്? pi തന്നിട്ടുണ്ട്. അപ്പോൾ r of pi കണ്ടുപിടിക്കുക. r of t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? r dash കിട്ടും. അതിനെ t ക്ക് pi കൊടുക്കാം. r dash t0 കിട്ടും. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അതിന്റെ ഐയുടെ കമ്പോണന്റ് ജെയുടെ കമ്പോണന്റ് കെയുടെ കമ്പോണന്റ് ഒരുമിച്ച് എഴുതാം. ഒരുമിച്ച് എഴുതിയതിനു ശേഷം ഐയുടെ കമ്പോണന്റ് x is equal to -1, ജെയുടെ കമ്പോണന്റ് y is equal to -t, കെയുടെ കമ്പോണന്റ് z is equal to pi plus t. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. കേട്ടോ?